കുട്ടികളുടെ കലാമികവുകളെ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കലോത്സവ വേദികളുടെ ലക്ഷ്യമെന്ന് വി.ആർ. സുനിൽകുമാർ എം.എൽ.എ. പറഞ്ഞു. മാള ഉപജില്ലാ സ്കൂൾ കലോത്സവം കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് GHSSൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇതൊരു ഒരു സമന്വയമാണ്. ചെറുതായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് കാണേണ്ടതായിട്ടില്ല. നമ്മുടെ കുട്ടികളെ നല്ല സംസ്കാരം പഠിപ്പിക്കാനുള്ള വേദിയാണ് കലോത്സവ വേദി എന്നത്. അത്തരത്തിലേക്കാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ഡാവിഞ്ചിയോ പിക്കാസോ യേശുദാസോ ചിത്രയോ എല്ലാവരും ആകേണ്ടതായിട്ട് കഴിവുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എത്രയോ സിനിമാ താരങ്ങളാവേണ്ടവരുണ്ട്, എത്രയോ നല്ല എഴുത്തുകാരാവേണ്ടവരായിട്ടുണ്ട്, എത്രയോ നല്ല പാട്ടുകാരാവേണ്ടവരായിട്ടുണ്ട്, എത്ര നല്ല ചിത്രകാരന്മാരായിട്ട് മാറേണ്ടവരായിട്ടുണ്ട്, എത്ര നല്ല സാഹിത്യകാരന്മാരായിട്ട് വളർന്നു വരേണ്ടവരായിട്ടുള്ള ഒത്തിരി കുട്ടികൾ നമുക്കിടയിലുണ്ട്. അവരെ പഠിപ്പിക്കേണ്ടത് അവരെ എങ്ങനെ നമ്മുടെ മുഖ്യധാരയിലേക്കും ലോകത്തിന്റെ നെറുകയിലേക്കും നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള അവസരങ്ങളുള്ള വേദികളായിട്ട് മാത്രമേ നമുക്ക് ഈ വേദികളെ കാണേണ്ടതായിട്ടുള്ളൂ. മിന്നും പ്രകടനങ്ങളുമായി മാളയുടെ കൗമാര കലാമാമാങ്കം കുഴിക്കാട്ടുശ്ശേരി അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിക്കുകയാണ്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ കുട്ടികൾ മാറ്റുരയ്ക്കുന്ന മാള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതോത്സവവും അറബിക് കലോത്സവവും അനുബന്ധമായി നടക്കുന്നുണ്ട്. 9 വേദികളിലായി 4500-ലധികം വിദ്യാർത്ഥികളാണ് ഈ കലാമാമാങ്കത്തിൽ മത്സരിക്കുക. രാവിലെ നടന്ന നൃത്ത മത്സരത്തിലും നാടക മത്സരത്തിലും കാണികളുടെ അഭൂതപൂർവമായ പിന്തുണ കാണാമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം സുനിൽ സുഗത നിർവഹിച്ചു. നാടകം പഠിപ്പിക്കലും സ്കൂളിലെ യുവജനോത്സവങ്ങൾക്ക് നാടകത്തിലൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ദിവസങ്ങളും രാത്രികളൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. നൊസ്റ്റാൾജിക് നല്ല റീസെൻറ്റ് ടൈം തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ നാടകമൊക്കെ പഠിപ്പിക്കാൻ സ്കൂളിലും കോളേജിലൊക്കെ, കോളേജിലല്ല ചെറിയ ക്ലാസ്സുകളിൽ പോകുമ്പോൾ കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ നമ്മളോട് ഒന്ന് ചോദിക്കാറുണ്ട്, പക്ഷേ ഈ കുട്ടീനെ ഇപ്പോൾ പഠിച്ചിട്ട് എന്താ കാര്യം, ഇതുകൊണ്ടൊരു ജോലി കിട്ടുമോ, ഇതുകൊണ്ട് സീരിയലിൽ കിട്ടുമോ, സിനിമയിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പറയാറുണ്ട്, ഇതുകൊണ്ട് ജോലി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് കാരണം നമുക്ക് തന്നെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ പഠിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ കുട്ടി ഇത്തരം സാംസ്കാരിക പ്രവർത്തനം കൂടി കടന്നു പോകുമ്പോൾ, ഇത്തരം സർഗാത്മക പ്രവർത്തനം കൂടി കടന്നു പോകുമ്പോൾ ഭാവിയിൽ അവർ വലുതായിട്ട് മാഷാവാം, ടീച്ചറാവാം, മന്ത്രിയാവാം, എഞ്ചിനീയറാവാം, ഡോക്ടറാവാം. അവർ നല്ലൊരു മാഷായിരിക്കും, നല്ലൊരു എഞ്ചിനീയറായിരിക്കും, നല്ലൊരു ഡോക്ടറായിരിക്കും, നല്ലൊരു മന്ത്രിയായിരിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിന്ധു അശോക്, PV വിനോദ്, റോമി ബേബി, KR ജോജോ, വിവിധ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ എന്നിവർ സംസാരിച്ചു. ഇനി 2 നാൾ കൂടി കലോത്സവം തുടരും. ന്യൂസ് ബ്യൂറോ, മാള.